أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളും സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി മുന്നോട്ട് നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ധാരാളം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുകയും തരണം ചെയ്യുകയും ചെയ്തുകൊണ്ടല്ലാതെ മുന്നോട്ട് പോവുക സാധ്യമല്ല. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഓരോ കാലഘട്ടത്തിലും ചെറുതും വലുതുമായ ധാരാളം പ്രതിസന്ധികൾ മനുഷ്യന്റെ മുമ്പിൽ ഉണ്ടാകും. ഓരോ പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ അതാണ് ഞാൻ ജീവിതത്തിൽ അഭിമുഖീകരിച്ചിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം, അല്ലെങ്കിൽ ഇതാണ് ഞാൻ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള ഏറ്റവും പ്രയാസകരമായ സന്ദർഭം എന്നൊക്കെ പലപ്പോഴും മനുഷ്യർക്ക് തോന്നും. ഞാനും നിങ്ങളും ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ആരംഭിച്ച് തിരിച്ചറിവിന്റെയും അവബോധത്തിന്റെയും സമൂഹവുമായി ഇടപഴകലുകളുടെയും ഒരു ജീവിതം തുടങ്ങി ഇപ്പോൾ നാം എത്തി നിൽക്കുന്ന കാലഘട്ടത്തെ കൂടി മുന്നിൽ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇതിനോടകം ധാരാളം സന്ദർഭങ്ങളെ നാം അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മനുഷ്യ സമൂഹം, വിശേഷിച്ച് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് വിലക്കയറ്റവും ഇന്ത്യൻ രൂപയുടെ മൂല്യശോഷണവും എന്നത്. വിലക്കയറ്റത്തിന്റെ ഭയാനകതയും ഭീകരതയും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഞാനും നിങ്ങളും ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നിത്യോപയോഗ വസ്തുക്കളുടെ വില നിലവാരം എത്ര വലിയ നിലവാരത്തിലേക്കാണ് അതിന്റെ ഗ്രാഫ് മാറിപ്പോയിട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതാണ്. എന്നല്ല, ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് എന്ന് പറയുന്നത് നാം എപ്പോഴും തട്ടിച്ചുകൊണ്ട് പറയാറുള്ളത് പോലെ ഡോളറിനോട് സമീകരിച്ച് പറഞ്ഞാൽ 80 രൂപ 5 പൈസ ഒരു ഡോളറിന് വിലയുണ്ട് എന്നിടത്തേക്ക് ഇന്ത്യൻ രൂപയുടെ മൂല്യം താഴ്ന്നുപോയിരിക്കുന്നു. എന്റെ മുന്നിലിരിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ ആ വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്തവരല്ല. ഞാൻ ഇങ്ങനെ ഒരു ആമുഖം പറഞ്ഞു വെച്ചുകൊണ്ട് സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വിഷയം, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സാമ്പത്തിക സാക്ഷരതയും ഒരു സാമ്പത്തിക അച്ചടക്കവും സാമ്പത്തിക സംസ്കാരവുമുണ്ട്. സമ്പത്ത് എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ മനുഷ്യ ജീവിതത്തിന്റെ ആധാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് ഭൂമിയിലെ ഓരോ മനുഷ്യർക്കും ഏറെയും കുറഞ്ഞും വ്യത്യസ്തമായ അളവിൽ എല്ലാം അങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. സൗന്ദര്യമായാലും ആരോഗ്യമായാലും കഴിവുകളായാലും
മനുഷ്യർക്ക് വ്യത്യസ്ത അളവിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെയും നൽകിയത്. സമ്പത്തും അങ്ങനെ തന്നെയാണ്. ഈ വ്യത്യസ്തമായ അളവിൽ സമ്പത്ത് ഉപയോഗപ്പെടുത്തി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ഒരു ദാരിദ്ര്യത്തെ മുന്നിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക അച്ചടക്കത്തിന്റെയും സാമ്പത്തിക ആസൂത്രണത്തിന്റെയും കരുതിവെപ്പിന്റെയും ഇസ്ലാമികമായ പാഠങ്ങൾ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വലുതും ചെറുതുമായ അർത്ഥത്തിൽ വലിയ ഉന്നത നിലവാരത്തിൽ സാമ്പത്തിക സുസ്ഥിതിയിൽ ജീവിച്ചിരുന്ന പല ആളുകളും അവരുടെ കച്ചവടവും ഇടപാടുകളും വരുമാന സ്രോതസ്സുകളും വലിയ അപജയത്തിലേക്ക് കൂപ്പുകുത്തിയ സാഹചര്യമാണ്. ഏറ്റവും താഴേക്കിടയിൽ ദാരിദ്ര്യത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദാരിദ്ര്യം ഒരല്പം കൂടി വർദ്ധിച്ചു എന്നതിനപ്പുറത്തേക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. മധ്യമ നിലവാരത്തിൽ ജീവിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ശക്തമായ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ധാരാളം സഹോദരങ്ങൾ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നതിന്റെ വ്യക്തമായ പേടിപ്പെടുത്തുന്ന യാഥാർത്ഥ്യം നമുക്ക് മുമ്പിലുണ്ട്. ഞാൻ ഈ വർത്തമാനം പറയുമ്പോൾ എന്റെ മനസ്സിൽ എന്റെ മുന്നിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രയാസത്തെ അഭിമുഖീകരിക്കാത്ത ഒരു മനുഷ്യൻ പോലും നമുക്ക് ചുറ്റും ജീവിക്കുന്നില്ല എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ബഖറയിൽ നമുക്കറിയാം, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. തീർച്ചയായും നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ പരീക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചില ഉപാധികൾ നിർണയിച്ചിട്ടുണ്ട്. നാം നിങ്ങളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ചില വസ്തുതകളിൽ പേടിയുണ്ട്, വിശപ്പുണ്ട്, സമ്പത്തിന്റെയും ജീവധനാദികളുടെയും ഫലമൂലാദികളുടെയും നഷ്ടമുണ്ട്. നിങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ പൂർണ്ണമായും ഭാഗികമായും ഒക്കെ നിലച്ചു പോകാം. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളുടെ മരണം, ജീവന്റെ നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കാം. നിങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ചു പോകാം. ഇങ്ങനെ ഒരു പിടി കാരണങ്ങൾ കൊണ്ട് നിങ്ങളെ നാം ശക്തമായ പരീക്ഷണത്തിൽ അകപ്പെടുത്തുക തന്നെ ചെയ്യും. വബശ്ശിരിസ് സ്വാബിരീൻ. ഇത്തരം പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്ന സന്ദർഭത്തിൽ ജീവിതത്തിൽ സബ്ർ എന്ന നിലപാട് കൈക്കൊള്ളുന്ന ആളുകളെ സന്തോഷ വാർത്ത അറിയിക്കണം. അവിടെ ഒരു നിലപാടിന്റെ പേരാണ് സബ്ർ എന്നത്. അവിടെ ഒരു ആർജവത്തിന്റെയും തന്റെ ഇടത്തിന്റെയും പേരാണ് സബ്ർ എന്നത്. ആ സബ്റിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, എന്തെങ്കിലും ഒരു വിപത്ത് അവർക്ക് അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, ഒരു വിപത്ത് അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാൽ ആ വിപത്തിനെ തങ്ങളുടെ റബ്ബിലേക്ക് ചേർത്ത് വെക്കുന്നവരാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നവരാണ്. നമ്മൾ പലപ്പോഴും ആരുടെയെങ്കിലുമൊക്കെ മരണം കേൾക്കുമ്പോൾ മാത്രം പറഞ്ഞു ശീലിച്ച ഒരു വർത്തമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മരണത്തെക്കുറിച്ച് പ്രതിപാദിച്ചിടത്തല്ല പഠിപ്പിച്ചത്. ആ പാഠം പഠിപ്പിച്ചത് നിങ്ങൾ ജീവിതത്തിൽ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന അതിന്റെ തീക്ഷ്ണതയിൽ നിങ്ങളുടെ അടിപതറി പോകുമ്പോൾ
നിങ്ങൾക്ക് ചേർത്ത് വെക്കാനുള്ള അവലംബമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വസ്തുവിന്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സേവനങ്ങളുടെയും നികുതി കുത്തനെ വർദ്ധിച്ചിരിക്കുന്നു. നിങ്ങളുടെ വീടിന്റെയും നിങ്ങളുടെ ഭൂമിയുടെയും നിങ്ങളുടെ വാഹനത്തിന്റെയും എന്ന് വേണ്ട നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വസ്തുവിന്റെയും ഒരു ഫലിതത്തിന് വേണ്ടിയാണെങ്കിൽ പോലും പറഞ്ഞാൽ നികുതി ചുമത്താത്ത എന്തെങ്കിലും വസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ശ്വസിക്കുന്ന വായു ഉണ്ട് എന്ന് പറയേണ്ടി വരും. അതിന് നികുതി ചുമത്താൻ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് കഴിയില്ല. ബാക്കി എല്ലാ വസ്തുക്കൾക്കും നമ്മൾ നികുതി കൊടുക്കേണ്ടി വരുന്നു. നികുതി കൊടുക്കേണ്ടി വരുന്നു എന്നതിനേക്കാൾ അപ്പുറം അത് ഓരോ ദിനവും വർദ്ധിക്കുന്നു എന്നതാണ് മനുഷ്യ ജീവിതത്തെ കുടുസാക്കി മാറ്റുന്നതിന്റെ കാരണം. ഇങ്ങനെ ഒരു ദാരിദ്ര്യത്തെ കുറിച്ച് നമ്മൾ ആശങ്കിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ദാരിദ്ര്യം ഉണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ആകാശം മഴ വർഷിക്കാത്തത് കൊണ്ടോ ഭൂമി സസ്യങ്ങളെ മുളപ്പിക്കാത്തത് കൊണ്ടോ ഈ പ്രകൃതിയിൽ പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാകുന്നില്ല. ആകാശം സമൃദ്ധമായി മഴ വർഷിക്കുന്നുണ്ട്, ഭൂമി സസ്യങ്ങളെ മുളപ്പിക്കുന്നുണ്ട്, സസ്യങ്ങൾ വിളവുൽപാദിപ്പിക്കുന്നുണ്ട്. അതൊന്നുമല്ല നമ്മുടെ ഞെരുക്കങ്ങൾക്ക് കാരണം. നമ്മുടെ ഞെരുക്കങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഓരോ രാജ്യത്തും ജീവിക്കുന്ന പൗരന്മാരുടെ അടിസ്ഥാന ആവശ്യങ്ങളെ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരായ ഭരണകൂടങ്ങൾ ചൂഷകരായി മാറുന്നു എന്നതാണ്. ഭരണകൂടങ്ങൾ പ്രജകളെ ചൂഷണം ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ, വിത്തിന് വെച്ചതെടുത്ത് കഞ്ഞി വെച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം പ്രതീക്ഷിക്കാതിരിക്കാൻ നിർവാഹമില്ല. അവിടെ ഞെരുക്കവും പ്രയാസവും അഭിമുഖീകരിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു സാമ്പത്തിക അച്ചടക്കത്തിന്റെയും സാമ്പത്തിക ക്രമീകരണത്തിന്റെയും സാമ്പത്തിക സാക്ഷരതയുടെയും പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. സമ്പാദ്യത്തിന്റെ മേഖലയും വിനിമയത്തിന്റെ മേഖലയും ഉണ്ട്. അത് മറ്റൊരു വിഷയമാണ്, ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എങ്ങനെയാണ് സമ്പാദിക്കേണ്ടത്, എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്ന ചില വർത്തമാനങ്ങൾ സൂറത്തുൽ ഇസ്രായിലെ 27-28 സൂക്തങ്ങളിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. വആതിദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബിനിസ് സബീൽ. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക്, പ്രയാസവും ഞെരുക്കവും അനുഭവിക്കുന്ന ആളുകൾക്ക്, അഗതികൾക്ക്, വബിനിസ് സബീൽ തെരുവിന്റെ മക്കൾ, നിരാലംബരായ ആളുകളാണ്, അവരുടെ അവകാശങ്ങൾ നിങ്ങൾ വകവെച്ചു കൊടുക്കണം. വലാ തുബദ്ദിർ തബ്ദീറ. നിങ്ങൾ ധൂർത്ത് കാണിക്കാൻ പാടില്ല. ധൂർത്ത്, ദുർവ്യയം എന്ന് പറയുന്ന ഒരു വലിയ ദുരന്തത്തെ വിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പാടില്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ധൂർത്തും ദുർവ്യയവും നടത്തുന്ന ആളുകൾ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, അവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. വിനിയോഗിക്കേണ്ടത് വിനിയോഗിക്കണം, ചിലവഴിക്കേണ്ടത് ചിലവഴിക്കണം, വാങ്ങേണ്ടത് വാങ്ങണം, ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കണം. പക്ഷെ അതിനപ്പുറം ധൂർത്തും ദുർവ്യയവും ചെയ്യുക എന്നുള്ളത് പിശാചിന്റെ സഹോദരന്മാരുടെ, കാരണം സമ്പത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവായിരുന്നു. ഈ ബോധം ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടതുമാണ്. പക്ഷേ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ എന്റെ സമ്പത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ് എന്ന്
പ്രയോഗതലത്തിൽ അവൻ വഴിമാറിപ്പോയിട്ടുണ്ട്. ആ വഴിമാറി സഞ്ചാരമാണ് അവനെ കൊണ്ട് ധൂർത്ത് നിർവഹിക്കാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ അവൻ പിശാചിന്റെ സഹോദരനായി മാറിയിരിക്കുന്നു. വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ. പിശാച് എന്ന് പറഞ്ഞാൽ അവന്റെ റബ്ബിനോട് നന്ദികേട് കാണിച്ചവനാണ്. അവന്റെ റബ്ബിനോട് നന്ദികേടും ധിക്കാരവും നിഷേധവും കാണിച്ചവനാണ് പിശാച്. ആ ധിക്കാരിയുടെ, ആ നിഷേധിയുടെ സഹോദരനായി മാറുക എന്നതാണ് ധൂർത്ത് കാണിക്കുന്നതിലൂടെ ഒരു മനുഷ്യന് സംഭവിച്ച അപജയം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ഫുർഖാനിൽ കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടിമകളുടെ സവിശേഷതകളെ കുറിച്ച്, ഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ ഇബാദുർ റഹ്മാനാണ്. ഇബാദുർ റഹ്മാന് ചില ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി എന്താണ് എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇബാദുർ റഹ്മാൻ ആവുക? ഒരു കമ്പനിയിലേക്ക് ഡ്രൈവർ തസ്തികയിലേക്ക് ഒരു ജോലിക്കാരനെ വേണമെന്ന് സങ്കല്പിക്കുക. കുറെ ആളുകൾ ആ ജോലിക്ക് അപേക്ഷിച്ചു. ആ ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ ഏറ്റവും മിനിമം ക്വാളിറ്റി എന്ന് പറയുന്നത് ഡ്രൈവിംഗ് അറിയലാണല്ലോ. ഡ്രൈവിംഗ് അറിയാത്ത ഒരു മനുഷ്യനും കൂട്ടത്തിൽ അപേക്ഷിച്ചിട്ട് ആ മനുഷ്യൻ ഇന്റർവ്യൂ നടക്കുന്ന ഘട്ടത്തിൽ പറയുകയാണ്, എല്ലാവരും അപേക്ഷിച്ചതുകൊണ്ട് ഞാനും അപേക്ഷിച്ചു, നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ തന്നാൽ മതി. അങ്ങനെ ഒരു മനുഷ്യൻ നിലപാടെടുത്താൽ ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ എന്തു പറയും? ഡ്രൈവിംഗിന്റെ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന മനുഷ്യന്റെ മിനിമം ക്വാളിറ്റി ഡ്രൈവിംഗ് അറിയലാണ്, ലൈസൻസ് ഉണ്ടായിരിക്കലാണ്, വാഹനം ഓടിക്കാൻ അറിയലാണ്. ഈ ക്വാളിറ്റി എന്ത് എന്ന് ഈ മനുഷ്യന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നതുകൊണ്ടാണ് അയാൾ അത് അപേക്ഷിച്ചത്. അപ്പോൾ ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ വിഡ്ഢിയാണ് എന്ന് പറയേണ്ടി വരും. എന്നതുപോലെ വിശ്വാസികൾക്ക് ഒരുപാട് ഗുണനിലവാരങ്ങൾ, ഒരുപാട് ക്വാളിറ്റികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഇബാദുർ റഹ്മാൻ. ആ ഇബാദുർ റഹ്മാന്റെ ഏറ്റവും ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് അല്ലദീന യംശൂന അലൽ അർളി ഹൗന, ഭൂമിയിലൂടെ വിനയത്തോടുകൂടി നടക്കുന്നവരാണ്. അവന്റെ നടത്തവും അവന്റെ ഇരുത്തവും അവന്റെ കിടത്തവും അവന്റെ ഊണും അവന്റെ ഉറക്കവും അവന്റെ രാവും അവന്റെ പകലും അത് അല്ലാഹു തീരുമാനിച്ചതാണ്. അതിന് അള്ളാഹുവിന്റെ ഒരു സംസ്കാരമുണ്ട്. ആ ഒരു ഗുണനിലവാരം അവൻ കാത്തു സൂക്ഷിച്ചേ പറ്റൂ. ആ നിലവാരത്തെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വല്ലദീന ഇദാ അൻഫഖൂ, അവർ ചിലവഴിച്ചാൽ, അവർ വിനിമയം നടത്തുമ്പോൾ ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ, പിശുക്കും കാണിക്കുകയില്ല ധൂർത്തും കാണിക്കുകയില്ല. രണ്ടിന്റെയും ഇടയിലുള്ള ഒരു മധ്യമ നിലപാടായിരിക്കും അവൻ സ്വീകരിക്കുക. ഇത് വിശ്വാസിയുടെ സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഭാഗമാണ്. വിശ്വാസിയുടെ സാമ്പത്തിക അച്ചടക്കത്തിലൂടെയുള്ള കരുതിവെപ്പിന്റെ ഭാഗമാണ്. ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എന്റെ ഓരോ അനുഗ്രഹങ്ങളും സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ ഔദാര്യങ്ങളിൽപ്പെട്ടതാണ്. ആ ഔദാര്യത്തെ ഞാൻ വിനിയോഗിക്കുമ്പോൾ, ഞാൻ ചിലവഴിക്കുമ്പോൾ, ഏതൊരു ഉടമസ്ഥന്റെ ഔദാര്യമാണോ ഞാൻ ചിലവഴിക്കുന്നത് ആ ഉടമസ്ഥന്റെ താല്പര്യത്തിന് വിധേയപ്പെട്ടുകൊണ്ടേ ഞാൻ ചിലവഴിക്കാവൂ. ഞാൻ ചിലവഴിക്കുന്നിടത്ത് ധൂർത്ത് സംഭവിക്കാൻ പാടില്ല, പിശുക്കും പാടില്ല. രണ്ടും ഒരുപോലെ. വലാ തജ്അൽ യദക മഅ്ലൂലതൻ ഇലാ ഉൻകിക്, സൂറത്തുൽ ഇസ്രായിൽ അങ്ങനെയാണ് പ്രയോഗിച്ചത്. നീ നിന്റെ രണ്ട് കൈകളും ഇങ്ങനെ പിരടിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒന്നുമില്ലാത്തവനെ പോലെ, നിസ്വനായി പോയവനെ പോലെ, പാപ്പരായി പോയവനെ പോലെ നീ പ്രകടിപ്പിക്കാൻ പാടില്ല. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരു സമീപനമുണ്ട്, മധ്യമ നിലപാട്. ഇന്ന് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിന്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ ആവശ്യങ്ങളെക്കാൾ കൂടുതൽ അനാവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. വിശേഷിച്ച് വീട് നിർമ്മാണവും വിവാഹ സന്ദർഭങ്ങളും.
പറയേണ്ടതില്ലാത്ത വിധം, അല്ലെങ്കിൽ വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും പാഠങ്ങൾ അപ്പുറത്ത് നിൽക്കട്ടെ. ഞാൻ പണിയുന്ന വീട് എന്റെ കുടുംബത്തിനും എനിക്കും ഭൂമിയിൽ ജീവിക്കാനാണ്. എന്റെ മകന്റെ അല്ലെങ്കിൽ എന്റെ മകളുടെ വിവാഹം അത് എങ്ങനെ നടത്തണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് നടത്തുന്നിടത്ത് ഒരുപക്ഷെ എന്റെ അയൽവാസി നടത്തിയതിനേക്കാൾ കെങ്കേമമായ വിഭവങ്ങൾ ഞാൻ ഒരുക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ആഘോഷ പരിപാടികളും അതിനേക്കാൾ വലിയ പൊട്ടിത്തെറികളും മിന്നാമിന്നികളും ഞാൻ ഒരുക്കും. അതിനേക്കാൾ വലിയ കൗതുകകരമായ സംവിധാനങ്ങൾ ഞാൻ സജ്ജീകരിക്കും. അതിനൊക്കെ വേണ്ടി ഞാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കും. വേണ്ടി വന്നാൽ അതിനുവേണ്ടി ഞാൻ ബാങ്കിൽ നിന്ന് ലോണും എടുക്കും. ഇങ്ങനെയൊക്കെ നിലപാടുള്ള ആളുകളുണ്ട്. ഏറ്റവും വലിയ ദൂരത്തിന്റെ 2 മേഖലകളാണ് വീട് നിർമ്മാണവും വിവാഹാഘോഷവും. വലിയ കരുതലുണ്ടാകേണ്ടത്, വീടുകളുടെ മുമ്പിൽ വലിയ എടുപ്പുകൾ ഉണ്ടാക്കി വെക്കും ഞാനും നിങ്ങളുമൊക്കെ. ആർഭാടത്തിന് വേണ്ടിയാണ്. ആ എടുപ്പ് കൊണ്ട് എന്താണ്? മഴ നനയാതിരിക്കാനാണോ? വന്യജീവികളുടെ ആക്രമണം ഇല്ലാതിരിക്കാനാണോ? മറ്റെന്തെങ്കിലും അങ്ങനെ ഒരു എടുപ്പ് കൊണ്ട് എന്തെങ്കിലും ഒന്ന് നമുക്കെടുത്ത് പറയാനുണ്ടോ? കാഴ്ചയുടെ ഭംഗി എന്നതിനപ്പുറം ഒന്നും എടുത്തു പറയാനില്ലാത്ത അത്തരം ധാരാളം എടുപ്പുകൾ നാം നിർമ്മിച്ചു വെക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ എടുപ്പുകളെ മുഴുവനും ചുമലിൽ ചുമന്നും മുതുകിൽ ചുമന്നും നാളെ റബ്ബിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ വരേണ്ടി വരുമെന്ന് ശക്തമായ താക്കീത്. ദൂരത്തിനെ കുറിച്ച് പറഞ്ഞിടത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒഴുകുന്ന ഒരു നദിയിൽ നിന്ന് നിങ്ങൾ ഒന്നു എടുക്കുകയാണെങ്കിൽ, വെള്ളം ഒഴുകിക്കോട്ടെ, നദിയായിക്കോട്ടെ, നിങ്ങൾ 3 പ്രാവശ്യം അവയവങ്ങൾ കഴുകിയാൽ മതി, 4മതൊന്ന് കഴുകേണ്ടതില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഒന്നുവെടുക്കുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ ഒന്നുവെടുക്കുമ്പോൾ നിങ്ങൾ ശരീരത്തിലെ ഒരു അവയവം 3 പ്രാവശ്യം കഴുകേണ്ടത് 4 പ്രാവശ്യം കഴുകിയാൽ അത് ധൂർത്താണ്. നിങ്ങളുടെ വീട്ടിലെ വെള്ളം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. പക്ഷെ നിങ്ങൾ പള്ളിയിൽ വന്നിട്ടാണ് 3 പ്രാവശ്യം കഴുകേണ്ട അവയവത്തെ 4 പ്രാവശ്യം കഴുകിയത് എങ്കിൽ പള്ളി പൊതുസമൂഹത്തിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട വെള്ളത്തിൽ നിന്നാണ് നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തിയത്. അത് ധൂർത്തല്ല, അത് ഹറാമാണ്. ആലോചിച്ച് നോക്കൂ. പള്ളിയിൽ ഒരുപാട് ആളുകൾ, പലപ്പോഴും പല സഹോദരങ്ങളും വന്നിട്ട് പരാതി പറയാറുണ്ട്, ഉസ്താദ് ഒന്ന് പറയണം, ആളുകൾ പൈപ്പ് ഇങ്ങനെ അങ്ങോട്ട് തുറന്നു വിട്ടിട്ട് കൈ കഴുകുന്നിടത്തും കാല് കഴുകുന്നിടത്തും മുഖം കഴുകുന്നിടത്തും ഒക്കെ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം വിനിയോഗിക്കുന്നുണ്ട് എന്ന് പറയും. നമ്മളത് ശീലിച്ചു പോയി. കാരണം നമ്മൾ വെള്ളത്തിന്റെ അങ്ങനെ ഒരു സമൃദ്ധമായ ഭൂമിയിലാണ് നമ്മൾ വളർന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ സൂക്ഷ്മത പാലിച്ചേ പറ്റൂ. ആ വെള്ളം ചിലവഴിക്കുന്നിടത്ത് പോലും നിങ്ങൾ ധൂർത്ത് കാണിക്കരുത് എന്നതുകൊണ്ടാണ് പുഴയിൽ പോലും നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങൾ കഴുകുമ്പോൾ 3 പ്രാവശ്യത്തിൽ കൂടുതൽ കഴുകേണ്ടതില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വസ്ത്രത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോഴും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിങ്ങൾ അലങ്കാരങ്ങൾ ഉപയോഗപ്പെടുത്തണം, നല്ല വസ്ത്രം നിങ്ങൾ ധരിക്കണം. പള്ളിയിലേക്ക് വരുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ നിങ്ങൾ നല്ല, കാരണം ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല, അള്ളാഹു സുന്ദരനാണ്, അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണം. കുലു വശ്റബു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ വിശപ്പുള്ളപ്പോഴൊക്കെ നിങ്ങൾ തിന്നുക, ദാഹിക്കുമ്പോഴൊക്കെ നിങ്ങൾ കുടിക്കുക, ആഹാരപാനീയങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഈ 3 വാക്കുകൾ പറഞ്ഞതിന് ശേഷം പറയുന്നത് വലാ തുസ്രിഫു എന്നാണ്. നിങ്ങൾ ധൂർത്ത് കാണിക്കരുത്. തിന്നുന്നിടത്തും കുടിക്കുന്നിടത്തും വസ്ത്രം ധരിക്കുന്നിടത്തും ഒന്നും നിങ്ങൾ ധൂർത്ത് കാണിക്കാൻ പാടില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ധൂർത്ത് കാണിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല.
അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു വന്നത്, നമ്മുടെ ജീവിതത്തിൽ ശക്തമായ ഒരു സാമ്പത്തിക അച്ചടക്കവും ആസൂത്രണവും നടത്തേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പഴയ അബുദാബി ഷെയ്ഖിൻ്റെതായിട്ട് ചില വർത്തമാനങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അദ്ദേഹം പറയുന്നത്, എന്റെ വാപ്പയും വല്ലിപ്പയും ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് ബെൻസ് കാറിലാണ്. എന്റെ മക്കളും പേരക്കുട്ടികളും ഒക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് റേഞ്ച് റോവറിലാണ്. ഇനി അവർക്ക് ശേഷം വരാൻ പോകുന്ന ഒരു തലമുറ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയേക്കാം. കാരണം എന്റെ വാപ്പയും വല്ലിപ്പയും ഒക്കെ ദാരിദ്ര്യത്തിൽ ജീവിച്ചതും അവരുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഞാൻ കണ്ടു വളർന്നവനാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് നേട്ടങ്ങളിലേക്ക് കടന്നു പോകാൻ ഈ പൊള്ളുന്ന അനുഭവങ്ങളിൽ നിന്ന് ഞാൻ ആർജിച്ചെടുത്ത എന്റെ തിരിച്ചറിവുകൾ എനിക്ക് പ്രചോദനമായിരുന്നു. പക്ഷെ എന്റെ മക്കളും പേരക്കുട്ടികളും സുഖാഡംബരങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് പ്രയാസങ്ങളെ കുറിച്ച് അറിയില്ല. അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ചെറിയ ദാഹത്തിന്റെ അസ്വസ്ഥത പോലും അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ഈ സമ്പന്നതയുടെ മടിത്തട്ടിൽ നിന്ന് അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് മുമ്പുള്ള അഥവാ ഈ പിതാവിന്റെ തലമുറയിലുള്ള ആളുകൾ സമ്പാദിച്ചു വെച്ചതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കും അവർ മുന്നോട്ട് പോവുക. അപ്പോൾ അവർക്ക് ശേഷമുള്ള തലമുറ പഴയ അവസ്ഥയിലേക്ക് മടങ്ങേണ്ടി വന്നേക്കാം. ഇതൊരു കാഴ്ചപ്പാടുള്ള വർത്തമാനമാണ്. ശരിക്കും അല്പം ആലങ്കാരികമാണെങ്കിലും അതിൽ വലിയ കാഴ്ചപ്പാടും വലിയ ദിശ നിർണയവും നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ സൂചിപ്പിച്ചു വന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാലഘട്ടം ഓരോ ദിവസവും നിത്യോപയോഗ വസ്തുക്കൾക്ക് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും മനുഷ്യജീവിതം പ്രയാസങ്ങളിൽ നിന്ന് കൂടുതൽ പ്രയാസങ്ങളിലേക്ക് ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. ഇവിടെ മഹാനായ യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ വിലയിരുത്തുന്നത് പോലെ ക്ഷാമകാലത്തെയും ക്ഷേമകാലത്തെയും എങ്ങനെയാണ് കൃത്യമായി നിർദ്ധാരണം ചെയ്യേണ്ടത് എന്ന പാഠങ്ങൾ നമുക്ക് കാണാം. ക്ഷാമകാലത്തിന് വേണ്ടിയുള്ള കാത്തുവെപ്പുകൾ ഉണ്ടാകണം. ക്ഷാമകാലത്തെ അതിജയിക്കാൻ കഴിയും വിധം ജീവിതത്തിൽ ഒരു പിടിപ്പ് നിലനിർത്തിയേ പറ്റൂ. അനാവശ്യമായ കടബാധ്യതകളിലൂടെയും അനാവശ്യമായ ചിലവഴിക്കലുകളിലൂടെയും ഉറക്കം നഷ്ടപ്പെട്ടു പോവുകയും സ്വസ്ഥത നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ബാധ്യതകളെ നമ്മൾ സൂക്ഷിച്ചേ മതിയാകും. കടബാധ്യതകളെ നമ്മൾ തികഞ്ഞ ജാഗ്രതയോടുകൂടി നോക്കിക്കാണണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു മനുഷ്യൻ, രക്തസാക്ഷിയായ ഒരു മനുഷ്യൻ, അയാളുടെ ഒന്നാമത്തെ തുള്ളി രക്തം ഭൂമിയിൽ പതിക്കുമ്പോൾ തന്നെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ധാരാളം വിശദീകരിച്ചിട്ടുണ്ട്. വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് ആ മനുഷ്യന് പ്രവേശിക്കാം. പക്ഷേ കടബാധിതനായ മനുഷ്യനാണെങ്കിൽ അയാൾ 3 തവണ രക്തസാക്ഷിയായാൽ പോലും അയാളുടെ മുമ്പിൽ സ്വർഗം അടഞ്ഞു തന്നെ കിടക്കും എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കടബാധ്യതയെ നമ്മൾ കരുതണം. വലിയ ജാഗ്രതയോടുകൂടി നമ്മൾ നോക്കിക്കാണണം. നമ്മുടെ രാത്രി ഉറക്കം കെടുത്തി കളയുകയും പകൽ നാണം കെടുത്തുകയും ചെയ്യുന്ന ഒന്നാണത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അതിനെ വിശദീകരിച്ചത്. അതുകൊണ്ട് ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ ആസൂത്രണത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. പുറത്ത് ശക്തമായ മഴക്കാറുണ്ടാകുമ്പോൾ കുടയെടുക്കാതെ ആ മഴക്കാറിലേക്ക് ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോയിട്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ മഴ നനയുകയില്ല എന്ന് പറഞ്ഞിട്ട് ബരമേൽപ്പിക്കലല്ല. കുട കയ്യിൽ കരുതണം. മഴ പെയ്താൽ ആ കുട ചൂടണം. മഴയ്ക്കു മുമ്പേ ഈ മനുഷ്യൻ നടത്തുന്ന ആസൂത്രണത്തിനാണ് ഇവിടെ പ്രാധാന്യം.
അഥവാ ജീവിതത്തെ കൃത്യമായി നിർദ്ധാരണം ചെയ്ത് സാമ്പത്തിക സാക്ഷരതയും സാമ്പത്തിക അച്ചടക്കവും പാലിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഭാവിയിൽ ഞാനും നിങ്ങളും അഭിമുഖീകരിക്കാൻ പോകുന്ന ശക്തമായ ഈ പ്രതിസന്ധിയിൽ കാലിടറി വീണ് പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. മാത്രമല്ല, ഇങ്ങനെ ഒരു സാമ്പത്തിക അച്ചടക്കത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് എന്ന് പറഞ്ഞതിനും പ്രസക്തിയുള്ളൂ. നിങ്ങളിൽ നിന്ന് അവകാശങ്ങൾ വകവെച്ചു കൊടുക്കേണ്ട ഒരു പിടി മനുഷ്യരുണ്ട്. അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ ഈ സാമ്പത്തിക ക്രമീകരണം കൂടിയേ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് എല്ലാവിധ പരീക്ഷണങ്ങളെയും തരണം ചെയ്യാനുള്ള ഈമാനും ഇസ്തിഖാമത്തും സബറും നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ.